ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സ്റ്റേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഹോട്ടൽ മിഥുന ഇന്റർനാഷണൽ. അങ്ങനെ ഗോഡസ് ഒരു ബെഡ് കോഫിയൊക്കെ പുറത്ത് പോയി ഒന്ന് പരിസരമൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് വന്ന് ഓട്ടോമാറ്റിക് ഡോറ് തുറന്നത് അകത്തായി. വെൽക്കം ഡിയേഴ്സ് ടു മൈ ഹോട്ടൽ മിഥുന ഇൻ്റർനാഷണൽ സ്റ്റേക്കേഷൻ വ്ളോഗ്. ഇതിനകത്താണെങ്കിൽ ആരുമില്ല. അപ്പം രാവിലെ തന്നെ ഞാൻ എൻ്റെ റീലുകളും കാര്യങ്ങളും എല്ലാം എടുത്തു. രാവിലെ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ചെയ്ത റീൽസ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാ ഗോഡസ് സിന്ധുജ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ലാക്കായി വീഡിയോ ഷൂട്ട് ചെയ്യും. പിന്നെ എന്തോന്നാണ് ഞാൻ എന്നും പറയാൻ വിട്ടുപോകുന്ന പോലെ ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. ലിഫ്റ്റ്, റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ടു മൈ റൂം ഡിയേഴ്സ്. ഇതിലൂടെ ലിഫ്റ്റും ഉണ്ട്. ഞാൻ സ്റ്റെയറിലൂടെ പോവുകയാണ് മേളിലോട്ട്. പിന്നെ 2 തവണ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കിട്ടി. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ്. ഇടയ്ക്ക് അങ്ങനെ മണ്ടത്തരങ്ങൾ എൻ്റെ വ്ളോഗിൽ വരുന്നത്. സോ അതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കുക. സത്യം പറഞ്ഞാൽ ഈ ഹോട്ടല് വലിയ ചെക്കിൻസ് വരുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ഹാവിങ് ബാർ അസോസിയേറ്റഡ്. പക്ഷെ ബാറും സ്റ്റേയുമായിട്ട് ചെയ്യുന്നൊന്നുമില്ല ഡിയേഴ്സ്. ബാർ മാറിയാണ്. അതിപ്പം ഏറ്റവും നല്ല ടോപ്പ് ഇതിനകത്തും ബാർസ് വരും. അതായത് ഇപ്പം സൗത്ത് പാർക്കിലും വരും. ബട്ട് വി ഡി നോട്ട് ബോദർ ദാറ്റ്. യെസ്റ്റർഡേ ഇറ്റ് വാസ് ഹെവിലി റെയിനിങ് ഫ്രം അങ്കമാലി ആൻഡ് എറണാകുളം ടിൽ ട്രിവാൻഡ്രം. സോ ഐ തോട്ട് ചലോ ഐ വിൽ ടേക്ക് എ റൂം. അപ്പം ഇന്നലെ നല്ല മഴയാണ്. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 10-ാം തീയതി. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നല്ല മഴ, എല്ലായിടത്തും നല്ല മഴയായിരുന്നു. അപ്പം ഈ ഒരു ഏനാപ്പിൽ ഈ ഒരു ഹോട്ടൽ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനിനി കൊട്ടാരക്കര പോകണം. ഞാനൊരു ത്രില്ലിന് വേണ്ടി എൻ്റെ 2 വീലർ എടുത്താണ് ഇറങ്ങിയത്. അപ്പോൾ പണി വാങ്ങുമെന്നറിയാമല്ലോ. എല്ലായിടത്തും മുട്ടം മഴ, അങ്ങോട്ട് ഇങ്ങ് വരെ. നല്ല വ്യൂ ഒക്കെ കാണാം. ഞാൻ അങ്ങാണ് പോയിട്ട് വന്നത് കോഫിക്ക് വേണ്ടി. അങ്ങൊരു ചെറിയ ചേട്ടൻ്റെ കട. നമ്മുടെ റൂം എത്തി ഡിയേഴ്സ്. പിന്നെ ഈ പഴയ ഡേറ്റിന്റെ കണക്ക് പറയുന്ന പണ്ടെടുത്ത ഒരു സ്റ്റേക്കേഷൻ വ്ളോഗാണ് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അല്ലാതെ ഇന്നലത്തെ ഡേറ്റ് അല്ല. ഗോഡസിന്റെ സ്വർഗം അല്ലെങ്കിൽ റൂം കാണിക്കാം. ഇനി ലോക്കൊക്കെ നല്ല സെക്യൂർഡ് ആണ്. അത്യാവശ്യം 2 ലോക്കൊക്കെ ഉണ്ട്. താഴെയുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പിന്നെ ഇതാണ് എൻ്റെ റൂം. അതിങ്ങനെ ഞാൻ കിടന്നെണീറ്റപ്പോൾ ഇങ്ങനെ അവതാളത്തിലായതാണ്. സോ നൗ ദ ഡീപ്നെസ് ഓഫ് ദ റൂം ഹാസ് ഗോൺ ബിക്കോസ് യുവർ ഗോഡ് has slept here yesterday. I woke up now only, so that's why it is like this. I have to put my bed back to normal. എൻ്റെ ബെഡ് ശരിക്കും വീഴ്ചയിടണം. എണീറ്റപ്പോൾ ഉള്ളൊരു അവസ്ഥയാണിത്. ഞാൻ പറഞ്ഞു വന്ന സംഭവം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളല്ലേ അറിയണം. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അതൊരു ഹോൾട്ടായത് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന സംഭവം. ഇവർ മിൽക്ക് പൗഡർ എടുത്ത് വെക്കാൻ മറന്നിരുന്നു. എൻ്റെ ടേബിളിൽ വെച്ചിരുന്നത് കുറേ പഞ്ചസാര എനിക്ക് അലർജിയാണ്. ഡയറ്റിങ്ങും ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ട് അതും ബ്രൂവിൻ്റെ കോഫി പൗഡറും കുറേ ഇരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും സാധനമായിരുന്നു ആദ്യം ഇരുന്നത്. ആകെ ഇത്രയും സാധനങ്ങൾ. പിന്നെ വെള്ളം, മഗ്, കോഫി മഗ്ഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സാധനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. രാവിലെ മൊത്തം ഞാൻ വിളിച്ച് 9 ആയിരുന്നു എക്സ്റ്റൻഷൻ നമ്പർ. ബട്ട് നോ യൂസ്. ആരും എടുത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വരുമ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് കേട്ടല്ലോ. എൻ്റെ ജസ്റ്റ് ഡെയിലി വ്ളോഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇടുന്നു. ഇതിൽ വരുന്ന ഒരേ ഒരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാത്രിക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മീൻസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അവരാരും എന്ത് ചെയ്യത്തില്ല, ഇവിടെ കാണത്തില്ല. എൻ്റെ റെയിൻ കോട്ട് ഇന്നലെ ഞാൻ മഴ നനഞ്ഞ് വന്ന്. സോ ദിസ് ഈസ് ദ ബാത്റൂം ഞാൻ പറയണ്ട, ഇൻട്രൊഡ്യൂസിങ് ടു ദാറ്റ്. എന്തായാലും ഇവിടെ എനിക്ക് ബക്കറ്റ് മഗ്ഗും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാം നല്ല കണ്ടീഷനിലുണ്ട്. 2 ടവൽ, ക്ലോസറ്റ് ഈസ് ഓൾസോ നീറ്റ്, ഹാൻഡ് ഫ്ലഷ് എവറിത്തിങ്. പിന്നെ ഒരു ഫോൺ അതിൽ ഇന്റർകോം പോലെ അസോസിയേറ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും വാട്ടർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, ഇവിടെ നിന്ന് തന്നെ വിളിക്കാം. സാധാരണ നമ്മൾ അകത്ത് പോയിട്ട് അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സമയം അതേ കണ്ടിട്ടില്ല പ്രോപ്പർട്ടീസ്.
നമ്മൾ അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി റൂമിലെ ബെഡിന്റെ അടുത്ത് പോയി വിളിക്കണം. ഇതിനകത്ത് ഇപ്പൊ പകുതിക്ക് വെള്ളം നിന്നു, അങ്ങനെ നിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുന്നതാണ്. പിന്നെ നോക്ക്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിക്കേ, ഡെന്റൽ കിറ്റ് വരെ ഇവിടെ തരുന്നുണ്ട് അവര്. അതായത് ബ്രഷ്, പേസ്റ്റ്. ചില സമയം നമ്മൾ യാത്രകളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നമ്മൾ ടൂത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ, ഞാൻ അപ്പിയറൻസ് കാണിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ വേറെ ഡ്രസ്സ് മാറ്റാം. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഇതാ ഇട്ടിരുന്നു, സോദന വരാത്ത. എനിവേസ്, ഡെന്റൽ കിറ്റ് സാധാരണ എല്ലായിടത്തും നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഗുരുവായൂരിൽ നല്ലൊരു സ്റ്റേക്ക് പോയാലും ചിലയിടത്തേ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണേ ഡിയർ. ഇതാ ഒരു ബ്രഷ്, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തില്ല. നമുക്ക് നമ്മുടെ സ്വന്തം സാധനങ്ങളുടെ അറ്റാച്ച്മെന്റ് കൂടുതൽ. എന്റെ ബ്രഷ് അവിടെ കണ്ടില്ല, ആ സാധനം വെച്ച് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതില് മറ്റേ അടുത്ത ഇതിലെന്താന്ന് നോക്കട്ടെ. ഇതില് വേറൊരു ബ്രഷും പേസ്റ്റ് കിറ്റായിട്ട് ആങ്കറില്ല. സോ ഇതൊരു നല്ല സംരംഭം. പെട്ടെന്ന് നമ്മളൊരു ദിവസം യാത്ര ട്രിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിലൊരു ബ്രഷും പേസ്റ്റും ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മറന്നു പോയവർക്ക് ഡെന്റൽ കിറ്റ് നല്ല യൂസ്ഫുള്ളാ. സോപ്പ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഹെയർ ഡ്രയർ, അതിപ്പോ എല്ലാ പ്രോപ്പർട്ടിയിലും ഉണ്ടല്ലോ. പിന്നെ അധികം ഹെയറിനോട് കെയർ ഉള്ളവർ ഇത് യൂസ് ചെയ്യില്ല. പിന്നെ തുണികളൊക്കെ അത്യാവശ്യം ഉണക്കാന്ന് തോന്നുന്നു അത് വെച്ചിട്ട്. പിന്നെ ഹാങ്ങർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പൈപ്സ്. സോ എൻ്റെ ഇന്നലെ ഇട്ട വസ്ത്രങ്ങൾ ആ സൈഡിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ AC ആണ്. AC ഞാൻ രാവിലെ ഓഫ് ചെയ്തതാണ്, നല്ല തണുപ്പായതുകൊണ്ട്. ഹീറ്ററും ഉണ്ട് അത്യാവശ്യം അതിനകത്ത്. വീണ്ടും ഞാൻ ഓൺ ചെയ്തു. സോ ദാറ്റ്സ് എന്തോന്ന്. പിന്നെ വെള്ളമുണ്ട്. വരുന്നവർക്ക് 2 ഗ്ലാസ് ഉണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഐ ആം എ സോളോ റൈഡർ, സോ ഐ ഡോണ്ട് നീഡ് ദാറ്റ്. പിന്നെ നമുക്കത് ഇത് കർട്ടൻ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് തുറക്കണമെങ്കിൽ തുറക്കാം. അത്യാവശ്യം ലൈറ്റൊക്കെ വരണമെങ്കിൽ. പിന്നെ ഈ ജനലൊക്കെ ചില സ്ഥലങ്ങളിൽ തുറന്നു കഴിഞ്ഞാൽ മുട്ടം സീൻ. ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്. സോ ഞാനത് തുറക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ AC എഫക്റ്റ് അങ്ങ് പോകും നമ്മൾ ജനലൊക്കെ തുറന്നു. ഞാൻ പറയുവാണ്, തുറന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും കെട്ടിടങ്ങളും മഴങ്ങളും ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ തിങ്. പിന്നെ നല്ലൊരു വാർഡ്രോബ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരു കണക്കിന് നമ്മൾ ഇവിടുത്തെ ഡോൺ ആണ്. ലൈക്ക് ഇവിടെ അധികം ഒക്യുപ്പൻസ് ഇല്ലാത്തതുകൊണ്ട് റൂംസ് ഉണ്ട് ഒരുപാട്. ഞാൻ മറ്റേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ഫ്ലോർ കംപ്ലീറ്റ്. അത്യാവശ്യം കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ ഫയർ എസ്കേപ്പ് റൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹോട്ടൽ മിഥുന ഇന്റർനാഷണൽ പ്രോപ്പർട്ടി വരുന്ന ഏനാത്താണ്. പിന്നെ ഞാൻ ആദ്യം പറയുന്നത്, ഇത് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്ന ബാർ പർപ്പസ്. പക്ഷെ ബാറും സ്റ്റേയിങ് പോയിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല. സ്റ്റേയിങ് എനിക്ക് സേഫ് ആയിരുന്നു. പക്ഷെ ഏനാത്തിൽ വേറെ പ്രോപ്പർട്ടി അപ്പുറത്തുണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞു. ഞാൻ രാവിലെ കോഫിക്ക് പുറത്ത് ചെന്നു. അപ്പോൾ അതിനെ നോക്കണം, ഏതാണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യണം. എനിക്കിത് ഏറ്റവും, എൻ്റെ ഹെൽമെറ്റ് ഇരിക്കുന്നത്, എനിക്കിതാണ് ഏറ്റവും സേഫ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ കൊട്ടാരക്കര വരെ പോരുന്നില്ല, എനിക്ക് ഒട്ടും മൂടില്ലായിരുന്നു. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്കമാലി വരെ പോകേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. ഇറ്റ്സ് എൻ എമർജൻസി. എറണാകുളത്തും എനിക്ക് പോകണമായിരുന്നു ഫോർ സം ഒഫീഷ്യൽ തിങ്സ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് കൊട്ടാരക്കര വരെ കാറായിരുന്നെങ്കിൽ ഞാൻ ഒരുവിധം ചവിട്ടി ഇങ്ങ് വന്നേനെ. കൊട്ടാരക്കര വരെ അല്ലെങ്കിൽ വീട് വരെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ നിന്ന് പോകുമ്പോഴേ, നിന്ന് മീൻസ് ഇരുന്ന് നട്ടലിനൊക്കെ മുട്ട സീൻ വരും പിന്നീട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതേ ഇരിക്കുന്നത്, നമ്മുടെ കോഫി മേക്കറും. പിന്നെ TV-യിൽ ഏതാണ്ടൊക്കെയോ TV ഓണാക്കി ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല. ഞാൻ രാവിലെ കുറേ റീൽസ് എടുത്ത് ഡിയേഴ്സ് കാണിച്ചില്ല. ലൊക്കേഷനിൽ ഇവിടെ ഹാളില്ലാത്തതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാൻ പറ്റി. ഭയങ്കര പീസ്ഫുൾ ആയിട്ട്, എനിക്ക് പീസ്ഫുൾ ആയിട്ട് റീൽസ് എടുക്കുന്നത് ഇഷ്ടം. പബ്ലിക് റീൽസും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പീസ്ഫുൾ ആയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സമാധാനമായിട്ട് ചെയ്യാം, വൃത്തിയായിട്ട് റീൽസ്. സോ നിങ്ങൾ വീഡിയോ വ്ളോഗേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് പറയുക. സോ ഇത്രയേ ഉള്ളൂ. ഫാൻ ഞാൻ കാണിച്ചില്ല, ഇനി ഒരെണ്ണം മാത്രം ബാക്കി വെക്കേണ്ട. ഫാൻ അത്യാവശ്യം നല്ല ഫാനാണ്. സോ ഗോൾഡിൻ്റെ എന്തൊക്കെയോ ഡെക്കറേഷൻസും കാര്യങ്ങളും. പിന്നെ ഇനി ബാക്കി വിശേഷം, ഞാൻ ഇത് റെസ്റ്റോറൻറ്റ് ഫംഗ്ഷൻ ആവുന്നത് ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചിരുന്നില്ല. 8:30 ആകുമ്പോഴാണ് ഫംഗ്ഷൻ ആവുന്നത് എന്ന് പറയുന്നു. 8:30 ആകുമ്പോൾ നമുക്ക് താഴെ ചെന്ന് അലക്കാട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത്. അറിയില്ല വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. എന്തായാലും ബുഫേ അല്ല, കാരണം ഇവിടെ ഒക്യുപ്പൻസ് കുറവായതുകൊണ്ട് അവർക്ക് അങ്ങനെ വെക്കുന്ന നഷ്ടമല്ലേ. ചിലപ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, പോയി എക്സ്പ്ലോർ ചെയ്യണം. സോ അത്യാവശ്യമൊക്കെ ഇപ്പം എല്ലാവരും സോളോ റൈഡേഴ്സ് അല്ലല്ലോ എന്നെ പോലെ. അത്യാവശ്യമായിട്ട് ഇപ്പം
രണ്ടുപേരൊക്കെ വരുന്നവർക്ക് ഈ പ്രോപ്പർട്ടീസ് എടുക്കാം. കാരണം നമ്മുടെ സേഫ്റ്റി നോക്കണം തീർച്ചയായും. പക്ഷെ ബാർ ഉള്ളൊരു റീസൺ പറഞ്ഞ് നമ്മൾ ഒരു പ്രോപ്പർട്ടി അവോയ്ഡ് ചെയ്യേണ്ട. നമുക്ക് ഹാംഫുൾ അല്ല എന്ന് ഫീൽ ചെയ്യുന്ന അടുത്ത് ചില സമയം നമുക്ക് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി നിൽക്കേണ്ടി വരും. കാരണം ഇത് കഴിഞ്ഞ് അടുത്ത പ്രോപ്പർട്ടി ഒന്നും ഞാൻ കണ്ടില്ല അതിനകത്ത്. ഇനി അടുത്ത് കൊട്ടാരക്കര പോകണം. അവിടെ എനിക്കറിയാം ബസ് ഡിപ്പോ ജംഗ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് കയറി. പിന്നെ ഈ അടച്ച ബന്ധുവസൊക്കെ ഉണ്ട്. ഡോറിൻ്റെ ലോക്കിംഗ് ഒക്കെ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ റൂം എടുത്തത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടെ വിഷയമില്ല. ഇവിടെ നമ്മൾ രാത്രി പുറത്ത് ലേഡീസ് ഒറ്റയ്ക്കാണെങ്കിൽ ഇറങ്ങാതിരിക്കുക ഈ ഹോട്ടലിൻ്റെ ക്യാമ്പസിനകത്ത്. നമുക്ക് അത്രയും സേഫ്റ്റി മതിയല്ലോ. സോ ദാറ്റ്സ് എ തിങ്. ബാർ ഇല്ലാത്ത ഹോട്ടലുകളിൽ എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നു. ബട്ട് നത്തിങ് കംസ് ഔട്ട്. So what I am telling in my language is, if a property don't have bar also nearby, there are problems arising in that stay or property. So that is not an issue. If the stay is good, for me the AC was also functioning very good. So I don't think this is a bad one. But the only one thing I am telling is as negative. There will be no person to attend to your small issues if it is late night. ബിക്കോസ് ഇൻ ദ റിസപ്ഷൻ നോബഡി വിൽ ബി ദെയർ. ചിലപ്പോൾ ഇവിടെ സ്റ്റേ അധികം ആൾക്കാർ വരാത്തതുകൊണ്ട് അവർക്ക് റിസപ്ഷൻ സ്റ്റാഫിന് വെക്കുന്നത് നഷ്ടമായതുകൊണ്ട് ചില സമയത്തേക്ക് മാത്രമായിരിക്കും അവർ വയ്ക്കുന്നത്. പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ മാനേജറിൻ്റെ നമ്പർ ഒരു വിസിറ്റിംഗ് കാർഡിൽ തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹം എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യും. അപ്പോൾ ആ വിസിറ്റിംഗ് കാർഡ് പുള്ളി തരും, നമുക്ക് ചെക്ക് ഇൻ സമയത്ത് തരും. അപ്പോൾ ഇൻ കേസ് അവിടെ ഞാൻ ഇൻ്റർകോമിലാണ് വിളിച്ചത്, 9 റിസപ്ഷൻ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. അവിടെ ആരും എടുക്കുന്നില്ലായിരുന്നു. ഉത്തരവാദപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ അവരുടെ കയ്യിൽ കോൺടാക്ട്സ് ഉണ്ടല്ലോ, ഇവിടെയുള്ള സ്റ്റാഫുകൾ വല്ല തീർച്ചയായും ഏതെങ്കിലും റൂമിൽ അവർ രാത്രി ഉറങ്ങുന്നുണ്ടാകും, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സൊക്കെ. അപ്പോൾ അവരെ വിളിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അങ്ങനെ വിളിച്ചില്ല. ഞാൻ ഡയറക്റ്റ് റിസപ്ഷനിൽ വിളിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നത്. സോ ദാറ്റ് ഇസ് എ തിങ്. എനിവേസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാനിട്ട ഡ്രസ്സ് വ്ളോഗ് ശ്രദ്ധിച്ച് കണ്ടറിയാം. യു മൈറ്റ് ഹാവ് സീൻ മീ വൺസ് വെൻ ഐ ഷോഡ് യു എ visualization of the bathroom interior. So that dress I wore in another vlog also. So for breakfast I will show my appearance in a new dress. So that is the thing. ഈ വ്ളോഗിൽ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ ഞാൻ വരുന്നവർ. ആദ്യം ഒരു മിന്നായം പോലെ കാണിച്ചു ആ ഗ്ലാസ് മിററിൽ കൂടെ. പക്ഷെ എന്നാലും ഞാൻ വേറൊരു ലുക്കിൽ വേറൊരു ഡ്രസ്സിൽ ഇച്ചിരിയും കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സിൽ ഞാൻ വരുന്നതായിരിക്കും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, സംഭവം ഞാൻ കാണിച്ചു തന്നില്ല, എല്ലായിടത്തും ഉള്ളതാണ്. സൗത്ത് പാർക്കിൽ പോയപ്പോൾ ഇതിലും പോഷായിരുന്നു. അതൊരു 5 സ്റ്റാർ ഹോട്ടലല്ലേ. ഫ്രീസർ, നമുക്ക് എന്ത് സാധനങ്ങൾ വേണം വയ്ക്കാം. ഒരു മിനി ഫ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സർക്യൂട്ട് അവിടെ ഓണാണ്. നമുക്ക് വെള്ളം ചില്ല് ചെയ്യണം, കോക്ക് ചില്ല് ചെയ്യണം, അതിനൊക്കെ യൂസ് ചെയ്യും. അത് പാർലേജി ഞാൻ മേടിച്ചുകൊണ്ട് വന്നു, ഹോട്ടലിൽ തന്നതല്ല കേട്ടോ. ഒരു മൈക്രോഫോൺ സെറ്റപ്പ് ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഹേയ് ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. ഒരിക്കൽ കൂടെ ഞാൻ വെൽക്കം ചെയ്യുന്നു. നേരത്തെ ഞാൻ അന്തർയാമിയായി, ഐ വാസ് ഡിസപ്പിയറിംഗ് ആൻഡ് ടെല്ലിംഗ് മൈ വ്ളോഗ്. സീ മൈ ലുക്ക് ഡിയേഴ്സ്. ലുക്ക് ഞാൻ കാണിച്ചു തരാം. വൺസ് ഐ ഗോ ടു ദ റെസ്റ്റോറൻറ്റ് ഐ വിൽ ഷോ യു ദ ലുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ സ്റ്റാൻഡ്. So we are going to the restaurant. All must like, share and subscribe my vlogs, okay? My channel. So we reached the restaurant. So this is my look. എങ്ങനെയാണ് എൻ്റെ ലുക്ക്?
ഒരു മോഡൽ ആൻഡ് ഇൻഫ്ലുവൻസർ ആ ലുക്കിൽ തന്നെ കമൻറ്റ് ചെയ്യണേ. Fish tank. So it's a good fish tank. Washroom is there. A small restaurant, but it's cute. ഹലോ ഡിയേഴ്സ്, ഫുഡിൻ്റെ കാര്യത്തിൽ പറ്റീരാണ്. മറ്റേ ഇന്നലെ എനിക്ക് റൂം തന്ന മാനേജറിൻ്റെ നാമ്പ് പോലും ഇവിടെ ഇല്ല. അയാൾ ഇനി 11-ന് ശേഷമാണോ വരുന്നത് എനിക്കറിയില്ല. ആകെ ഒരു ഫുഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. എന്തായാലും റിസോർട്ടല്ല. പിന്നെ ഇന്നലെ അലക്കാട്ടാണ്, അമ്പും വില്ലും മലപ്പുറം കത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മളും വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ചപ്പാത്തിയും മുട്ടക്കറിയേ ഉള്ളൂ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാണ്. പിന്നെ ഞാൻ വലിയ പ്രതീക്ഷ വെക്കത്തില്ല. നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടൽസിൽ പോയി തിന്നുന്ന പോലെ ബുഫേ ഒക്കെ ഇവന്മാർ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പറയും, പക്ഷെ അതൊന്നും ഇല്ല. സോ ദാറ്റ്സ് ദ തിങ്. The thing is, yesterday that manager told me there will be some this a la carte blah blah blah. Different items are there. The thing is, I am the only person staying here. So why should they prepare all these things for 10,000 people here? So because of that, I think only chapati and egg roast is there. Fine. But what I am asking is why the manager told the lie. It will be a la carte. So I guess the food is being prepared exclusively for bar, like beef and everything. So the bar starts operating by 11 a.m. So because of that, this much menu is not coming before. അന്നേരം നമ്മുടെ ഇവിടെ ബാറിനാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ഞാൻ പുറത്തുള്ള ഒരു ചേട്ടനടുത്ത് ചോദിച്ചായിരുന്നു കോഫിക്ക് പോയപ്പോൾ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പം എനിക്ക് തോന്നുന്നത് അവർക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് 11-ന് ശേഷം ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. കിച്ചൺ ഒന്നാണല്ലോ. അപ്പോൾ രാവിലെ കിട്ടുന്നത് വെച്ച് അങ്ങ് എന്ത് ചെയ്യില്ല, കഴിക്കാം. നല്ല എരിവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പൈസി ആയിരിക്കും. ഡിഷ് വിൽ ബി വെരി സ്പൈസി ഇഫ് ഇറ്റ്സ് എഗ് റോസ്റ്റ് ഓൾസോ, ബിക്കോസ് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ ദം നോ. So that is the thing. And for one person, it's waste, no, for a state to prepare all these things. And this is not a high-class hotel, like 5-star hotel. If it's a 5-star hotel, for one person also, they might give this much food varieties. So that is the thing. പിന്നെ ഒരു കാര്യം, I would like to give you some tips. Like, whenever you try to check inside a hotel, please take care of the safety only. Don't think the inside property bar is there and all this. Don't think if it's a staycation also, sometimes people next to your room can create hangam or mess after drinking inside their room. So that is not an issue for me. Please take care of your safety. Then once you check in, you all might be doing that. I am just telling you, check whether the TV, water supply, everything is fine. If these things are fine means, then there won't be any problem unless the water gets empty in the tank which they are filling. So stay at your own risk at this hotel. And if you're a foodie, don't expect much. Though in the board it's international, Hotel Mithuna, hotel, what's that? Hotel Mithuna International, but food is like normal only. So if you're focusing on food, I would recommend, like, you want more choice, go to 5-star hotel. Here it's not available. Anyways, I got some water. Look at the beauty of that glass. It's very hot also. ഇനി മലയാളികൾക്ക് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയുന്നതാണ്, നമ്മളൊക്കെ മലയാളീസ് ആണല്ലോ, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സിൽ അന്തർദേശീയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഐ ഡോണ്ട് ഫോൾ ഇൻ ടു സച്ച് പൊങ്ങച്ചംസ് ബോസ്റ്റിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പം റൂമിൽ കയറുമ്പോൾ അടച്ചുറപ്പ് കുറ്റിയുണ്ടോ നോക്കിയിട്ടൊരു റൂം എടുക്കുക. നല്ല ലോക്ക് സേഫ്റ്റി ആണോ, പിന്നെ നമ്മൾ നോക്കേണ്ട വെള്ള സപ്ലൈ ഉണ്ടോ, ടി വി ചിലപ്പോൾ പണി തരും, സിഗ്നൽ കിട്ടാതെ, ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റൂം സർവീസിൻ്റെ ആവശ്യം നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്നില്ല. അടുത്ത ദിവസം നമ്മൾ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങും ബെഡ്ഷീറ്റ് മാറ്റുന്നതൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അത് നമ്മൾ കയറുന്ന ചെക്ക് ഇൻ ടൈമിൽ, ഇപ്പോൾ രാത്രി ഞാനൊക്കെ ഇന്നലെ വന്നതൊരു 8 മണി, അപ്രോക്സിമേറ്റ്ലി 8 PM ആണ്. അപ്പോൾ ആ സമയമൊന്നും ആരും ഉറങ്ങിയിട്ടില്ല. റിസപ്ഷനിൽ ഒരാൾ ആ സമയം ഉണ്ട്. പക്ഷേ എങ്കിൽ ആ സമയം തന്നെ നമുക്ക് റൂം തരുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് റൂം എടുക്കുക. ഇപ്പോൾ ലേഡീസ് സോളോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രീ സജഷൻ എന്ന് പറയുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വെള്ളം അങ്ങനെ ഷോർട്ടായാൽ ഗോവിത്ത നിങ്ങളുടെ വിധി. അതിന് ശേഷം രാത്രി നമ്മളധികം യൂസ് ചെയ്യില്ലല്ലോ, പിന്നെ പകലല്ലേ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. സോ അവനവൻ്റെ റിസ്കിൽ എടുക്കുക. പിന്നെ ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇപ്പം മാരി ചെയ്ത പലരും റിസ്കിലല്ലേ, അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ട്ണറിനെ വേണമെന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. നമുക്ക് നല്ലത് കിട്ടാം, നമുക്ക് നല്ല വിധി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആളെ കിട്ടാം, അല്ലെങ്കിൽ അതും കിട്ടില്ല. സോ ലൈക്ക് ഐ വാസ് ടെല്ലിങ്, ഫോർ എവറിത്തിങ് യു നീഡ് ടു ടേക്ക് ദ റിസ്ക്. ഇഫ് ഇറ്റ്സ് marriage system, enterprise also, you need to take risk, because you don't know how that person will torture you. Or nowadays in Kerala, killing of wife by husband, husband by wife, everything is going on. അവിടെ റിസ്ക് ആണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു കാര്യങ്ങളും ഇവിടെ നടക്കില്ല, അല്ലേ? അത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെതായ റിസ്ക്. സോളോ റൈഡേഴ്സും സോളോ വിമണും ഉണ്ട്, ഞാൻ മാത്രമല്ല ലോകത്താദ്യമായിട്ട്. അപ്പോൾ അവർക്ക് പോകുമ്പോൾ അവർക്ക് അവരുടേതായ കെണികൾ വരും ഇങ്ങനത്തെ സ്റ്റേയിലേക്ക്. അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഹിഡൻ ക്യാം ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ പറയാൻ വിട്ടു, പ്ലീസ് ചെക്ക് ഇൻ യുവർ റൂം വെദർ ദ ഹിഡൻ ക്യാം ഈസ് ദെയർ ഓർ നോട്ട്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദീസ് ഡേയ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. വെയിറ്റ് എ മിനിറ്റ്, ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ നെക്സ്റ്റ് പീറ്റ പ്രോസസ് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ കഴിക്കുന്ന ഇതാണ്, കാര്യത്തൊന്നുമില്ല. ഇച്ചിരി ഇത് ഞാൻ എടുത്തു, എഗ് റോസ്റ്റ് ഞാൻ എടുത്തു, ചപ്പാത്തി ഞാൻ എടുത്തു. എൻ്റെ കോഫി തരാനുണ്ട് നോക്കട്ടെ. അത്യാവശ്യം സ്പൈസി ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കോഫിയും ഉണ്ടല്ലോ, എന്തോ ഇരിക്കുന്നു. നിങ്ങളെല്ലാം കഴിച്ചോ? ഡിഡ് യു പീപ്പിൾ ഈറ്റ് ഡിയേഴ്സ്? ഇഫ് നോട്ട് ഐ വിൽ ഫീഡ്. എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ ബ്ലോഗിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഭംഗി വെക്കല്ല, എല്ലാത്തിനും ഞാൻ പറയും. ഞാൻ തിന്നുമ്പോൾ നിങ്ങളെ ആലോചിക്കും, കൊതിപ്പിക്കലാണെങ്കിൽ എന്നിട്ട് ഞാൻ തരാറുണ്ട്. ഒരു 11 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം ഗൈസ്. റൂമിൽ പോയി കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യണം, റീൽസൊക്കെ. കോഫി കുടിക്കാം ഡിയേഴ്സ്. ഐ ആം എ ബിഗ് കോഫി ഫാൻ ആൻഡ് കോഫി ലവർ. മോസ്റ്റ് പീപ്പിൾ നോ. എനിക്ക് വീഡിയോ ഷൂട്ട്സ്, റീൽ ഷൂട്ട്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഡള്ളായി ഞാൻ. ടാനിങ്ങും കാര്യങ്ങളല്ല, അത് ഇനിയും കുത്തി മറിയാൻ ഞാൻ പുറത്ത് പബ്ലിക്കിലൊക്കെ പോയി ഷൂട്ട് ചെയ്യും. അത് വേറെ കാര്യം, എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഫേഷ്യലോ സ്പാ, മുടിയും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ആവുന്നത്, അതെല്ലാം എനിക്ക് ചെയ്യണം. ഇപ്പം ഇതിനൊന്നും കെയർ കൊടുക്കുന്നില്ല. ഐ തിങ്ക് നെക്സ്റ്റ് വ്ളോഗ് ഐ നീഡ് ടു ഡു ദാറ്റ്. കുറേ ആയി സ്പാ പാർലറൊക്കെ വിസിറ്റ് ചെയ്തിട്ട്. സോ ലൈക്ക് ഐ വാസ് ടെല്ലിങ്, ഡ്യൂ ടു മൈ വീഡിയോ ഷൂട്ട്സ്, റീൽ ഷൂട്ട്സ്, എവറിത്തിങ്, shoots in the outdoor location, I am looking little dull. My hair is without any nourishment. See, it's very dry. I think I need to take care of this, in the sense I need to move. The next vlog may be regarding the parlor. So please stay tuned till that. Bare minimum I need to give one hair spa. I was to do Botox, but I will do it later. The hair is still growing. അപ്പോൾ ഹെയർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, കുറച്ചുകൂടെ വളരട്ടെ റൂട്ടീന്. സ്മൂത്തനിങ് അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യണം. സ്മൂത്തനിങ് ആണെങ്കിൽ റീടച്ച് ചെയ്യണം. എൻ്റെ ടൈമായി എനിക്കും അറിയാം. പക്ഷേ ജസ്റ്റ് ഒന്ന് ഹെയറിനൊരു നറിഷ്മെൻറ്റ് കൊടുക്കണം, ഒരു മസാജും കാര്യങ്ങളും. ഈ യാത്രാ വ്ളോഗ് തീരട്ടെ. യാത്ര ഇങ്ങനെ ചുറ്റി നടക്കുന്ന എവിടെയെങ്കിലും നിശ്ചൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് എവിടെ നിൽക്കുമ്പോൾ ചെയ്യണം. ഇത് അടുത്ത വ്ളോഗ് ഇതേ വരാൻ ചാൻസ് ഉള്ളൂ. മീൻസ് ഇതിന് ശേഷമുള്ള അടുത്ത വ്ളോഗ് ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നതിന് ശേഷം അടുത്തതായിരിക്കും വരുന്നത്. കോഫി ഈസ് ടേസ്റ്റി. കോഫിയും ബീഫും എൻ്റെ ഫേവറേറ്റ് ആണ് ഡിഷസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഐ എക്സ്പ്ലോർ ദീസ് തിങ്സ്, ദോ ഐ ആം ഇൻ ഡയറ്റ്, വൺസ് ഇൻ എ വൈൽ ആൻഡ് ഓൾ.
Now after I finish this coffee, I will show you outside. Already I showed you the outside, no? So I don't think I have to show you the outside. I will show you the bar area for your safety concern. Like you might be thinking it is near to the room, or I will show that after this video. ഫ്രണ്ട് ഏരിയ ഞാൻ ഓൾറെഡി നേരത്തെ കവർ ചെയ്തിട്ടുണ്ട് ബ്ലോഗിൻ്റെ ആദ്യമേ, ഹോട്ടലിൻ്റെ ആംബിയൻസ്. ഞാൻ ബാർ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നുകൊണ്ട്. കാരണം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് കുറച്ച് ക്യാമ്പസിനകത്താണ്, പക്ഷെ നമ്മുടെ റൂമായിട്ട് എനിക്ക് വിഷയമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ തീറ്റ കഴിഞ്ഞു, കുഞ്ഞിക്കുമ്പം നിറഞ്ഞു, പിന്നെ എന്താ ഗ്ലാൻഡോസിൻ്റെ ഹോട്ട് ബെല്ലി നിറഞ്ഞു, വാഷും കഴിഞ്ഞു. ചലോ, അവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതൊരു ബാത്റൂം. ഇത് വെള്ളത്തെ ഗ്ലാസ് കാണിച്ചില്ലാന്ന് വേണ്ട. പുറത്തെ ബാർ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ വീണ്ടും വന്നു ഡിയേഴ്സിൻ്റെ. ചെക്കൗട്ട് ടൈം ആവാറായി. കുൽജ സിംസിം പ്രത്യേകമുണ്ട്. കാർഡ് എടുത്ത് അടച്ചാലും സ്വിച്ചിലാണ് ഈ ലൈറ്റ് വെക്കുന്നത്. വന്ന പാകമൊക്കെ ഇതായിട്ടാണ്, ലൈറ്റായിട്ടാണ് നിന്നത്. ഫുഡിങ് ഒക്കെ കഴിഞ്ഞു, കുഞ്ഞിക്കുമ്പ നിറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ട്രെൻഡിങ് പോകുന്ന 2 റീൽസിന് ഈ ഒരു റൂമിൽ കൂടെ ഞാൻ റീൽസ് എടുക്കാത്തതുള്ളൂ. ബാക്കി എല്ലായിടവും ഞാൻ രാവിലെ എണീറ്റ് ഇവിടുത്തെ മുക്കും മുകളിലെല്ലാം ഞാൻ വീഡിയോസ് എടുത്തു. എൻ്റെ ഇൻസ്റ്റാ ID ഇൻസ്റ്റാ ഗോഡ് സിന്ധുജിയും പിന്നെ മോജ് എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിനകത്തും ഉണ്ട്. മിയമ്മി എക്സ്പ്ലോജറും ത്രെഡ്സും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷെ അതിനകത്ത് വരുന്നുണ്ട് വീഡിയോസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ, അല്ല റീൽസും. എല്ലാം നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കയറി വന്ന എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഓക്കെ, ഇനി വരാന്തയുടെ ഒക്കെ വീഡിയോ നേരത്തെ ഞാൻ എടുത്തു, ഞാനത് കാണിച്ചു തരാം ഇറങ്ങാൻ നേരത്ത്. പിന്നെ മറ്റേ സംഭവം ഇതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ ആ സംഭവം കാണിച്ചു തരാം. ഓക്കെ, സോ ഇനി ഗ്ലാം ഗോഡസ് പോയെടുത്ത് ഈ എനർജി എങ്ങനെയും ഊറ്റണമല്ലോ, ചാടിയും ഡാൻസ് ചെയ്ത്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു ക്ലൈമാക്സ് ഇത് വരും, ഒരു കൺക്ലൂഷൻ. അപ്പം കാണാം. ബൈ. ഇതേ ആ പാവം ബാർ ഒന്നും ഉപദ്രവം ചെയ്ത സൈഡിലാണ് ഇരിക്കുന്നത്. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.